15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഡിവോഴ്സ് ആയിട്ടായിരിക്കും. എനിക്ക് എന്നെ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ചേച്ചിന്റെ പേര് തിരിച്ചിട്ടോ. ഈ അക്ബർ ജിസേലിനെ മോശമായി നോക്കി ഒരു 100 ദിവസം വെയിറ്റ് ചെയ്തിട്ട് അവൻ പുറത്തു പോയിട്ട് നോക്കില്ല. എന്താ പൊട്ടണ ഇത്രയും 70 ക്യാമറയുടെ ഉള്ളിൽ കൂടെ മോശമായിട്ട് നോക്കാൻ. ആദ്യം പൊളിക്കേണ്ടത് ഷാനവാസ്. ഈ ഒരു ടീം അവിടെ നമ്മൾ വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമിനെ ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഡയലോഗുകൾ, അവരുടെ ഫാമിലിനെ ബാധിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജിസൈൽ അവിടെ വെറുതെ ഇരിക്കും. പക്ഷേ ജിസൈലിന്റെ മുഖം മൂടി ഊരില്ല, ബാ നമുക്ക് പൊളിക്കാം. എന്നിട്ട് അപ്പാനെയൊക്കെ പോയിട്ട് പൊളിക്കും. 10 മിനിറ്റ് കൊണ്ട് ജിസൈലിന്റെ തനി രൂപം പുറത്തു വന്നു. അവിടെ പൊരുതി ഒറ്റക്കാലം നിന്നിട്ട് എനിക്കിപ്പോ തോന്നുന്നത് അനീഷിനെയാണ്. 19 പേരെയും ഒരാൾക്ക് ഫസ്റ്റ് ഡേ വെറുപ്പിക്കാൻ പറ്റുമെങ്കിൽ അയാളാണ് അതിന്റെ സ്റ്റാർ. ബിഗ് ബോസ് പറഞ്ഞാൽ പോലും കേൾക്കൂല. എനിക്കൊന്ന് അവിടെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് അനുഭവിക്കുന്നത് രേണുസുധിയാണ്. അവരുടെ മോൻ സുധിച്ചേട്ടനെ TV-യിലാണ് കാണുന്നത്. ചേച്ചി, ഞാൻ ഇപ്പം മോനോട് സംസാരിക്കുന്നില്ല, ഇതാക്കുന്നില്ല, എന്നെ TV-യിലാണ് കാണുന്നത്. അപ്പം എൻ്റെ മോൻ വിചാരിക്കുമോ ഞാനും മരിച്ചുപോയി. ഇത്തിരി പരിപ്പ് എടുത്തിട്ട് ഞങ്ങൾ വെള്ളം പോലെ കാച്ചിയിട്ട് ഉപ്പിട്ട് കുടിക്കുക. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആര്യനൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, നെവിൻ കരഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ആണുങ്ങൾ മരുന്ന് കുടിക്കുന്നവരുണ്ട്, ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ട്, പഞ്ചസാര എടുത്ത് തിന്നുന്ന ആൾക്കാരുണ്ട്. രേണുവൊക്കെ സരി ചേച്ചി ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിരും, എന്തിനാ തൽക്കാല ആശ്വാസത്തിന്. എന്നോട് എൻ്റെ അച്ഛനമ്മ ചോദിച്ചു എവിടെയായിരുന്നു? ബിഗ് ബോസിലായിരുന്നു. കണ്ടതേ ഇല്ല. ഞാനൊരു വലിയ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഈ സാധനം ഇടപെടുന്നതില്ല, ഈ കോട്ടുവായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും സരിക ചേച്ചി നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം സരിക ദിലീപ്. വെൽക്കം ചേച്ചി. ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയ ഉടനുള്ള എക്സ്പീരിയൻസ് എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ദിവസങ്ങളൊക്കെ ആയി, യാഥാർത്ഥ്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടു. ഇപ്പൊ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എന്താണ് മാനസികാവസ്ഥ? അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പോയതുപോലെ തിരിച്ചു വന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും. കാരണം എല്ലാവരും പറയുന്നതൊക്കെ ഞങ്ങൾ പോയതുപോലെയല്ല തിരിച്ചു വന്നത്. ചിലർ നെഗറ്റീവ് ആയവർ പോസിറ്റീവായിട്ട് വരും, പോസിറ്റീവായിട്ടുള്ളവർ നെഗറ്റീവായിട്ട് വരും. എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ സേഫ് ആയിട്ട് തടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. 20 ദിവസത്തെ ഫുൾ എപ്പിസോഡും കണ്ടു കഴിഞ്ഞോ? ഇല്ല, അവിടെയാണ് എനിക്കൊരു ഷോക്കായത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാ. അപ്പൊ എപ്പിസോഡ് കാണുന്നവർക്ക് അറിയാം, ചിലർ വിചാരിക്കും ഉള്ളിൽ കരഞ്ഞ് ചിരിച്ചോണ്ടല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചുള്ള സത്യം പറയാമല്ലോ. കാരണം ആരോട് യാത്ര പറയാൻ പോലും പറ്റാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു മാനസികാവസ്ഥ. പക്ഷെ ഇതൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം തൊട്ട് എനിക്കൊന്ന് ബിഗ് ബോസ് വരെ അവിടെ നിന്ന് വിചാരിക്കുന്നുണ്ടാവും, ശേ ഇവളൊരു സർപ്രൈസ് ആയിട്ട് പിന്നെ ഒന്ന് പുറത്ത് അല്ലെങ്കിൽ എവിക്റ്റ് ആക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ലല്ലോ. കാരണം ഞങ്ങൾ ചർച്ചയാണ്. അപ്പം ഞാൻ നാളെ പോവുകയാണ്, എനിക്ക് 1-2 കാര്യങ്ങളും കൂടെ നിങ്ങളോടൊക്കെ പറയാനുണ്ട്, അതിപ്പം എന്തായാലും നടക്കില്ല. എന്നിട്ട് ഞങ്ങൾ രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലവ് മാരേജിന്റെ കഥ അതും ഇതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കുക. കാരണം നാളെ എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ പുറത്തിറങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ബിഗ് ബോസ് അവിടെ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് പ്ലാനാണ്. അപ്പം നാളെ ഇതാണ് പോണത്. അപ്പം എനിക്ക് 2 കോസ്റ്റ്യൂം വന്നു. ചന്ദന കളർ ഇടാം, ബിൻസി പോകുമ്പോൾ ബിൻസി അതല്ല ഇട്ടത്, അപ്പം ഏകദേശം അങ്ങനത്തെ സെറ്റപ്പ് ആയിക്കൊണ്ടതൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചേച്ചിയുടെ മനസ്സിൽ എവിടെയൊക്കെയോ പുറത്തേക്ക് പോവാന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ല, തോന്നലല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് വരുമ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരാഴ്ച അതിൽ കൂടുതൽ നിനക്ക് നിൽക്കാനേ പറ്റില്ല. ദിലീപേട്ട അതൊരു ശരിയായ തീരുമാനമായിരുന്നില്ല. ഭാര്യനെ അങ്ങനെയാണോ പറഞ്ഞു വിടണ്ടേ? 100 ദിവസം നീ എവിടെ പോയി വരുമെന്നല്ലേ പറയുന്നത്? പുള്ളിക്ക് ഈ പരിപാടി എന്താണ്, ഞാൻ എന്താണ്, പിന്നെ പ്രേക്ഷകരെങ്ങനെയാണ്, ഇതൊക്കെ അറിയുന്നൊരു ഈ ഫീൽഡിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണെന്നുള്ളൊരു അഭിമാനം എനിക്കിപ്പോൾ ഉണ്ട്. കാരണം ഞാൻ അവിടെ ചെന്ന് ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ പെർഫോം ചെയ്യുന്നു, അല്ലെ കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പോൾ ഓരോ പരിപാടിക്ക് ഇപ്പോൾ ഒരു കോമഡി പ്രോഗ്രാം ആണെങ്കിൽ അതിൽ കോമഡി കണ്ടന്റ് വേണം. ഇപ്പൊ BB ഹൗസിന്റെ ഒരു കണ്ടന്റ് മേക്ക് ഇതുണ്ട്. അപ്പം എനിക്ക് തന്നെ ഫസ്റ്റ് ഇതായപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ അവിടെ ഉള്ളവർക്കും മനസ്സിലായി. അവിടെ എങ്ങനെയാ വെച്ചാൽ ഒരാൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരൊന്ന് പ്രൊവോക്ക് ചെയ്യാം, എന്നിട്ട് വെറുതെ ഒക്കെ തോണ്ടിയിടും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജിസൈൽ അവിടെ വെറുതെ ഇരിക്കും, പക്ഷേ ജിസൈലിന്റെ മുഖം മൂടി ഊരില്ല, ബാ നമുക്ക് പൊളിക്കാം. എന്നിട്ട് അപ്പാനെയൊക്കെ പോയിട്ട് പൊളിക്കും. 10 മിനിറ്റ് കൊണ്ട് ജിസൈലിന്റെ തനി രൂപം പുറത്തു വന്നു. കാരണം ദേഷ്യമാണോ സങ്കടം.
പക്ഷെ എന്നെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു അവർ പറയും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ സരിക ചേച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. പിന്നെ ആരോടെങ്കിലും നമ്മൾ അവരോട് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത്, ഞാൻ പോയിന്റ് മാത്രമേ പറയുള്ളൂ, അത് ഇന്ന കാരണമുണ്ട്, സോറി ചേച്ചി. അപ്പൊ നമുക്ക് അടുത്ത ചൂടാവാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ രമ്യതയിലാണ് എൻ്റെ ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവരെന്നെ പറയും ചേച്ചി ചേച്ചി എന്തായാലും ഇവര് കൊണ്ടുപോകില്ല. കാരണം ഒരാൾ നമ്മളോട് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരണം എന്നല്ല, നമുക്ക് ദേഷ്യം വരും. അവിടുത്തെ ഒരു എന്താ പറയുക ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. കാരണം ഇന്ന് നമ്മളിങ്ങനെ ചിരിച്ചിരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ അപ്പൊ ഒരു ടാസ്ക് വരും, ഇവർ രണ്ടുപേരെയും പറ്റി നിങ്ങൾക്ക് എന്താ പറയുക, അപ്പൊ തന്നെ ഇവർ തെറ്റി. അടുത്തത് നമുക്ക് ഒന്നാവാനുള്ള ഒരു അവസരമാണ്. അപ്പം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ. പക്ഷെ എല്ലാം കഴിഞ്ഞ് 20 ദിവസത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ ഉള്ളിൽ ഒരു വിഷമം വന്നോ? ഇതൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ അവിടെ ഒരാള്. അതെനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചാൽ ഞാൻ പല കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, പല പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പല തഗ് എന്ന് പറയില്ല. ഇപ്പം നമ്മൾ തഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പറയില്ല, നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ചിരിച്ച് അല്ലെങ്കിൽ അവർ പറയും അയ്യോ ചേച്ചിനെ നമ്മളിങ്ങനെയല്ല വിചാരിച്ചത്, നമ്മൾ വിചാരിച്ചൊരു നാട്ടിൻപുറത്തൊക്കെയുള്ള, പക്ഷെ ചേച്ചീൻ്റെ ഡയലോഗുകൾ, ചേച്ചീൻ്റെ ഒരു കോൺഫിഡൻസ്, അപ്പം ഈ സാധനങ്ങളൊന്നും തന്നെ എന്നോട് എൻ്റെ അച്ഛനമ്മ ചോദിച്ചു എവിടെയായിരുന്നു, ബിഗ് ബോസിലായിരുന്നു, കണ്ടതേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ അവിടെ പോകുന്ന ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ, തീർച്ചയായിട്ടും അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പക്ഷെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പെർഫോമൻസ് ചെയ്യണം, കുറച്ച് ഇതാക്കണം, എന്ന ഒരാളെ കൊണ്ട് വേറൊരു രീതിയിൽ നെഗറ്റീവ് പറയിപ്പിക്കരുത്, ഇങ്ങനെയുള്ള കുറേ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ചീത്ത പറയാണ്ട് നമുക്കൊരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമല്ലോ, ആ കഴിവ് എനിക്കുണ്ട് എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കേരള ജനത പറഞ്ഞു എന്ത് രസമായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ആ രസകരമായിട്ടുള്ള ഹാൻഡിലിങ് അവർക്ക് വേണ്ട, ബിഗ് ബോസിന് വേണ്ട. അപ്പം വന്നു കഴിഞ്ഞ് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം എനിക്കിപ്പോൾ അച്ഛനെയും അമ്മനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും രസം തോന്നി വെച്ചാൽ ഞാനൊരു വലിയ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് ക്ഷീണിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഈ സാധനം ഇടപെടുന്നതില്ല, ഈ കോട്ടുവായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെനിക്ക് അയ്യോ. അപ്പൊ അമ്മ വെച്ചു നീ എന്താ 24 മണിക്കൂർ അവിടെ നമ്മൾ ആവി ഇട്ടുന്നു, ഒരു ആവി ഇട്ടോണ്ടിരിക്കുക. ഞാൻ അല്ല, ഇതിന്റെ മുന്നേ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ക്ഷീണിച്ചു പോയിരുന്ന ആവി ഇട്ടത്. അപ്പം അതെനിക്കൊരു ഭയങ്കര, പക്ഷെ ബിഗ് ബോസിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു എൻഡിങ് അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇതിന്റെ ഇടയിൽ സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട. പല അഭിപ്രായങ്ങളും ചേച്ചി കേട്ടില്ലായിരുന്നു? അതായത് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഡിവോഴ്സ് ആയിട്ടായിരിക്കും. എനിക്ക് എന്നെ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ചേച്ചിന്റെ പേര് തിരിച്ചിട്ടോ, പിന്നെ വീട്ടിൽ വന്ന് പറയട്ടെ ചേച്ചി പോവരുത്. ഇതിൽ പങ്കെടുത്ത ആൾക്കാർ പോലും എൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് പോവരുത്, മഹാ ഡേഞ്ചറാണ്, മറ്റേതാണ് മറിച്ചാണ്. അപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മളവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ ആ വെല്ലുവിളിച്ചത് എന്താ വെച്ചാൽ നമ്മളവിടെ ചെയ്യാത്തതൊന്നും അവർക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ചെയ്ത കാര്യം കാണിക്കാതിരിക്കാം. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടോ ഞാൻ ആയിരുന്നല്ലോ ഔട്ട് ആകേണ്ടത്, രേണുസുതി ആയിരുന്നില്ലേ എന്നൊരു തോന്നൽ? രേണുസുതി ആയിരുന്നല്ലോ എന്ന് തോന്നിയിട്ടില്ല, ഞാനായിരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്നേക്കാൾ കുറവ് പെർഫോമൻസും നമ്മൾ തന്നെ വിലയിരുത്തുമല്ലോ 19 പേര്. അപ്പൊ ഇവരെന്ത് ചെയ്തു നമ്മൾ തന്നെ കണക്കൂട്ടുക, ചിലപ്പോൾ ഇപ്രാവശ്യം ഇവരായിരിക്കും, ചിലപ്പോൾ ഇപ്രാവശ്യം ഇവരായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മളീ പറയുന്നത് പോലെ പുറത്ത് നമ്മളിപ്പോൾ പൊതുവേ പറയും PR വർക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ തമ്മാമിലൊക്കെ പറയും ചേച്ചി എല്ലാം അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞു അതെന്താ PR എന്ന് കേട്ടില്ല? ഇല്ല ഞാൻ കേട്ടിട്ടില്ല. PR വർക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. PR വർക്കില്ലാതെ ബിഗ് ബോസിൽ വരാൻ കാണിച്ച നിങ്ങളുടെ തൊലിക്കട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങളെ PR വർക്കാരാ? എൻ്റെ ഭർത്താവും എൻ്റെ മോൻ എത്രാം ക്ലാസ്സിൽ? 7ാം ക്ലാസ്സിൽ. അടിപൊളി. കാരണം ഞാൻ ആലോചിച്ച കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു PR വർക്ക് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഏൽപ്പിക്കാതെ തന്നെ നമുക്കൊരു PR വർക്ക് ഉണ്ടാവും. പക്ഷെ അവർ ചെയ്യണമെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടാൽ മാത്രമല്ലേ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഞാനത് വരിക്കുന്നത്. അപ്പം ഇവർക്ക് ഒരു കാര്യമുണ്ട്, നമ്മുടെ ബിഗ് ബോസിന് എന്താണോ വേണ്ടത് ആ കണ്ടന്റ് മാത്രമേ അവർ വെളിയിൽ കൊടുക്കുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഞാൻ ഭയങ്കര ഇതാണ് അതൊന്നും അവർ കൊടുക്കില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് തമ്മാമിൽ തോന്നിയിട്ടുണ്ട് ഈ വോട്ടും കാര്യങ്ങളും ഒന്നും അല്ലാതെ നമുക്കറിയാലോ. ഇപ്പൊ ഞാൻ അവിടെ എന്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന് പുറത്ത് വന്നില്ലെങ്കിലും അവിടെ ഉള്ള 19 പേർക്ക് അറിയാം. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇന്നാളായിരിക്കും ഇപ്രാവശ്യം പോവാ, ഇന്നാളായിരിക്കും ഇപ്രാവശ്യം പോവാ. പിന്നെ ചേച്ചിന്റെ കാര്യത്തിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ചേച്ചിന് എന്താ ഇനി ഇവിടെ ഒരു 10 ദിവസം കൂടെ ഞങ്ങൾക്ക് അവിടെ ഫുഡില്ല, ഡ്രസ്സില്ല.
ഇതൊക്കെ ചെയ്താലും ചേച്ചി ഭയങ്കരമായിട്ടൊരു പ്രൊവോക്ക് ചേച്ചിൻ്റെ അടുത്ത് നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല. ഒരു എക്സ്ക്ലൂസീവ് സാധനം ഇവർക്ക് ജന്മത്ത് കൊടുക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ ചേച്ചി ആയിരിക്കും. അല്ലാതെ അവിടെ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ രേണു ആയാൽ പോലും എനിക്ക് അല്ലെങ്കിൽ രേണു ആയിരുന്നു പോണ്ടതെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ രേണുവിന് പോകണമായിരുന്നു. പക്ഷെ രേണുവിന് പോകണമായിരുന്നു എന്ന് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചേച്ചി തന്നെ വീണ്ടും ചോദിക്കുമ്പോ വേണ്ട എനിക്ക് ഇവിടെ നിന്നാ മതി എന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ ചോദിക്കും, അച്ഛൻ നമുക്ക് അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഫെയിം വേണം, അല്ലെ കുറച്ച് ദിവസം കൂടെ നിന്നാൽ പേയ്മെന്റിന്റെ കാര്യം ആലോചിക്കുമ്പോഴായിരിക്കും അത് പറയുന്നത്. അല്ലാതെ 24 മണിക്കൂറും എൻ്റെ ബെഡിലാണ് കിടക്കുന്നത്, കരച്ചിലാണ്. സരിഗമേ എനിക്ക് പോണം സരിഗമേ. അപ്പൊ ഞാൻ എന്നിട്ട് സീരിയസ് ആയിട്ട് ഞാൻ ഇത് വിശ്വസിച്ച് ഞാൻ പറയാ നമുക്ക് എന്നാല് ഒരു ബിഗ് ബോസിനോട് ഞാൻ നേരിട്ട് പറയാം. അല്ലേ വേണ്ട മോനെ ഇപ്പൊ പോട്ടെ. അപ്പൊ എനിക്ക് തോന്നിയാൽ പെട്ടെന്ന് അപ്പൊ തോന്നുന്നുണ്ടാവും എന്ത് പൈസ പേയ്മെന്റ് അല്ലെ കുറച്ചും കൂടെ നിന്നാൽ എനിക്ക്. അപ്പൊ വീണ്ടും എങ്ങനെയാവും, വീണ്ടും അതായത് അവർ പറയുന്ന ഓരോ കഥകളും നമുക്ക് ഫീലാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞ എന്നാലും ഞാൻ പറയാം, അവരുടെ മോൻ സുധിച്ചേട്ടനെ TV-യിലാണ് കാണുന്നത്. എന്നാൽ സുധിച്ചേട്ടൻ മരിച്ചുപോയി. ഇപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ചേച്ചി ഞാൻ ഇപ്പം മോനോട് സംസാരിക്കുന്നില്ല, ഇതാക്കുന്നില്ല, എന്നെ TV-യിലാണ് കാണുന്നത്. അപ്പം എൻ്റെ മോൻ വിചാരിക്കുമോ ഞാനും മരിച്ചുപോയി. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമായി. അപ്പം എന്നോട് പറഞ്ഞു, കാരണം അച്ഛൻ എന്ത് പറഞ്ഞു കൊടുക്കും, അച്ഛൻ അമ്മ എവിടെ നോക്കുമ്പോൾ ഇതാ, അച്ഛൻ എവിടെ ഇതാ. അപ്പം ഇവർ 2 പേരും മരിച്ചു പോയോ? അപ്പം ഞാൻ എന്ത് ചെയ്യും ചേച്ചി? അപ്പം ഞാൻ പറയോ നമുക്ക് എന്നാൽ പോകാനുള്ള, ഞാൻ വേണേൽ ലാലേട്ടൻ വരുമ്പോൾ ഞാൻ സംസാരിക്കാം. അങ്ങനത്തെ സ്ഥിതിയിലേക്ക് ഞാൻ പോലും എത്തി. എന്നിടയ്ക്ക് പറയും പോണ്ട. അപ്പം ഞാൻ ഇവരിന്ന പൊട്ടത്തിയാക്കുന്നതാണോ അതോ ഉള്ളതാണോ? പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവർ ശരിക്കും ഇവർക്ക് വയ്യ. ഇവർക്ക് കാലിന് അവിടെ ഫുൾ വിണ്ട് കയറി അതിന് മരുന്ന് വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാൾ നമ്മളെ മുമ്പിൽ, പിന്നെ ഫുഡ് പ്രശ്നമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അവർക്ക് എനിക്കൊന്ന് അവിടെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് അനുഭവിക്കുന്നത് രേണുസുധിയാണ്. ഈ ഹൈജീൻ ഇഷ്യൂ ഭയങ്കരമായിട്ട് പറഞ്ഞു കേട്ടല്ലോ, കൂടെ എഴുതുന്ന ആളാണല്ലോ. അതെ അതെ, അപ്പൊ കൂടുതൽ ഞാൻ അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനാണ് കൂടെ കിടക്കുന്നത്. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവർ ടെലികാസ്റ്റ് ചെയ്തില്ല. എനിക്ക് ഇന്നേ വരെ ഇവള് പറഞ്ഞ ചുറ്റും പേനെന്ന് ഒരു പേനെ പോലും എനിക്ക് തലേന്ന് പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരുടെ ഒരു കോമഡി, അത് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഞാനൊരു മിമിക്രി ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മളിപ്പം സുരേഷ് ഗോപിനെ അനുകരിക്കുമ്പോൾ പുല്ലെന്ന് സുരേഷ് ഗോപി 24 മണിക്കൂർ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല നടക്കും. അതുപോലെ രേണുസുധിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മുടിയൊക്കെ മുമ്പിലോട്ടിട്ട് ഈ ഒരു മാനേഴ്സ് അവർക്കുണ്ട്. പക്ഷെ അത് ഒരിക്കലും അവർ തല ചൊറിഞ്ഞിടുന്നതല്ല. അപ്പൊ ഞാൻ തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഇത് അനു പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം. ഞാൻ വിളിച്ചിട്ട് ഞാൻ ഉപദേശിക്കുന്നുണ്ട്, രേണു പേനൊന്നുമില്ല, എനിക്കറിയാലോ, അത് അവള് പറഞ്ഞതും മോശമായിപ്പോയി. ഇനി അവള് കണ്ടോന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ കണ്ടില്ല. കൂടെ 24 മണിക്കൂർ ഞാനായിരുന്നു കൂടെ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ തല ചൊറിച്ചിൽ അങ്ങ് നിർത്തിക്കാളി. അപ്പൊ എന്നോട് സരിഗമേ എന്നെ പുറത്തുള്ള ട്രോളർമാരൊക്കെ ഇങ്ങനെയാന്നേ പറയുന്നത്, എന്നാ ചെയ്യാനാ? ഞാൻ വെറുതെ നിർത്തി നോക്ക് വെറുതെ. എന്നിട്ട് പുള്ളിക്കാരി അത് നിർത്തി. ഡെയിലി എൻ്റെ അടുത്ത് വന്നിട്ട്, സരിഗമേ ഇന്ന് ഞാൻ ചൊറിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇതെനിക്ക് വെറുതെ ഒരു ടെൻഡൻസിയാണ്, അല്ലാണ്ട് പെയിന് ചൊറിയുന്നതല്ല. ഇപ്പൊ ചിലർക്ക് ഓരോ വീക്ക് പോയിന്റ് ഉണ്ടല്ലോ, ചിലർ ചിലപ്പോ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും, നഖം കടിച്ചോണ്ടിരിക്കും. അതുപോലത്തെ ഒരു ഹോബിയാണ് പുള്ളിക്കാരത്തിന്റെ. ഒരു 3 ദിവസം ഇന്ന് കണ്ടോ 3ാമത്തെ ദിവസമാണ് ഞാൻ തലചൊറിയത്. ഞാൻ പറഞ്ഞ അടിപൊളി. ഞാൻ പറഞ്ഞ അവരെ അനുകരിക്കാൻ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നെന്താ, ഇത് സത്യം ഡ്രസ് ഇങ്ങനെ ആക്കുക. അത് അവര് പേൻ ചൊറിയുന്നതൊന്നുമില്ല. പക്ഷെ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഈ പേന്റെ കഥകളും എന്റെ ഇമിറ്റേഷനും ചൊറിച്ചിലും എല്ലാം കൂടി ആകുമ്പോൾ അത് അവർക്കൊരു നെഗറ്റീവായി മാറും. പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. മുപ്പത്തി അത് മാറ്റുകയും ചെയ്തു. എനിക്ക് തോന്നുന്നില്ല ഇനി പുറത്തിറങ്ങിയാൽ പോലും ഈ ട്രോളന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ നിർത്തിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആണ്. ഞാനൊരു കട്ടിങ് കണ്ടു. അതായത് ഒരു രാത്രിയില് അനു പെട്ടെന്ന് ആര്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആര്യനും ജിസേലും തമ്മിൽ എന്താ പരിപാടി നടക്കുന്നത്, ഇതൊരു ഹിന്ദി ബിഗ് ബോസ് ആയോ, സെൻസേർഡ് കണ്ടന്റ് ആയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പിംഗ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ അറിയോ, ഈ ഞങ്ങൾ രാത്രിയാകുമ്പോ ഞങ്ങളെ കിടന്ന് ഉറങ്ങും. അതല്ല, ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഞങ്ങളൊക്കെയാന്ന് പറയാം. ഈ ജിസൈൽ എന്ന് പറയുന്നത് എനിക്ക് ആദ്യം തന്നെ നമുക്ക് ഓരോരുത്തരെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബെഡ് കിട്ടി. ഞാനും ബാക്കിയായി, ജിസൈലും ബാക്കിയായി, ആര്യൻ കിടക്കുന്നുണ്ട്. അപ്പം ഒരാൾ ഒന്നെങ്കിൽ ആര്യൻ്റെ അടുത്ത് കിടന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ പോലും എൻ്റെ എത്രയോ ഇളയതാണ്. അപ്പം എനിക്ക് പോലും അയ്യോ ഞാനോ ജിസയിലൊക്കെ ഞാൻ കിടക്കാം. അപ്പം തന്നെ എനിക്ക് അവരോട് ബഹുമാനം തോന്നി. കാരണം വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് അവർക്കില്ല. അപ്പം ഞാൻ പോലും അയ്യോ അവിടെ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവിടെ ഏതാ പെണ്ണുങ്ങൾ, ഞാൻ ഓടി രേണുവിൻ്റെ അടുത്ത് പോയി കിടന്നു. അപ്പം
അവിടെ ജിസയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ആര്യനോ ഓക്കെ ഞാൻ കിടക്കാം എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും. നമുക്ക് പോലും കാണുമ്പോൾ ഒരു വൃത്തിയോട് തോന്നിയിട്ടില്ല. ഇപ്പൊ ചില കാര്യം നമ്മൾ തന്നെ അയ്യോ ആ കിടത്തം നമുക്കത് അയ്യോ അത് പണിയാവുമല്ലോ നമുക്ക് പോലും തോന്നിയിട്ടില്ല. പിന്നെ അവര് ഭയങ്കര ഫോർവേഡ്, ഭയങ്കര രസകരമായിട്ടുള്ള 2 ഫ്രണ്ട്സാണ് ആര്യനും ജിസയിൽ. അത് നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ പലതും നമ്മൾ പൊതുവെ പറയും നമ്മൾക്ക് കാണുമ്പോൾ ഒരു വൃത്തിയോട് തോന്നരുത്. നമുക്ക് ഒരു തരത്തിൽ പോലും അവിടുത്തെ ചില ആൾക്കാരുടെ ബിഹേവിയർ നമുക്കൊരു ഇവരെന്താ ഇങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അവിടെ അങ്ങനെ തോന്നിയത്. കാരണം ഇവർക്ക് അത് പുതപ്പിന്റെ ഉള്ളിൽ ഇരുന്നാലും പുതപ്പിന്റെ ഉള്ളിൽ വർത്താനം പറയുമ്പോൾ പോലും അങ്ങനെ ഒരു നെഗറ്റീവ് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്നതല്ലോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കാഴ്ചക്കാരുടെ നമ്മൾ പ്രേക്ഷകരുടെ കണ്ണിലാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അവിടെ ഇവർ തമ്മിൽ ഇനിയിപ്പം ഒരു ഷീറ്റിന്റെ ഉള്ളിൽ കിടന്നാൽ പോലും നമുക്കൊരു വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. ഈ കോമണറായ അനീഷ് അത്ര കോമണർ അല്ല എന്നിപ്പോ തോന്നുന്നുണ്ടോ? കോമണറായിട്ടുള്ള അനീഷ് കോമണർ അല്ല എന്നല്ല, ഉഗ്രം ഗെയിമറാണ്. നമുക്ക് അതാണ് പരിപാടി കളി നന്നായി പഠിച്ചിട്ടാ വന്നേക്കണേന്ന് മനസ്സിലാവും. ഇതിപ്പോ പഠിച്ചിട്ട് വന്നാൽ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം മൂപ്പർ ഇപ്പൊ പഠിച്ചിട്ട് വന്നു, മൂപ്പർ ഇതൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, പഠിച്ച സാധനം ചീറ്റിപ്പോയല്ലോ. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നി, ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ 19 പേരെയും ഒരാൾക്ക് ഫസ്റ്റ് ഡേ വെറുപ്പിക്കാൻ പറ്റുമെങ്കിൽ അയാളാണ് അതിന്റെ സ്റ്റാർ അല്ലേ? ഇപ്പൊ അല്ലാതെ അനീഷ് നിൽക്കുകയാണെങ്കിൽ അനീഷിന് നമ്മൾ ആരും മൈൻഡ് ചെയ്യാൻ പോലും ഒരു പുറത്തൊരു ചർച്ചാ വിഷയമാവില്ല. അനീഷ് എന്തിനു വന്നു, അനീഷിന് പാടാൻ അറിയില്ല, ഡാൻസ് ചെയ്യാൻ അറിയില്ല, അനീഷിന് വേറെ എന്തെങ്കിലും വിഷയത്തിൽ ഒന്നുമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടാം, അങ്ങനെ അടുത്തേക്ക് നമ്മൾ ആരും പ്രശ്നത്തിന് പോവുകയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ അത് ടെലികാസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഗേറ്റ് തുറക്കുമ്പോൾ പലരും പല സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് വരുന്നത്, അറിയാലോ. ഞാൻ നോക്കിയപ്പോൾ ഒരു 3 പേര് വന്നപ്പോൾ ഈ ചെങ്ങായി എന്ത് ചെയ്തെന്നറിയോ, ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ചെയർ, ഇതുപോലത്തെ ഒരു ചെയർ ഇട്ടിട്ടിരിക്കുക. ഈ ഗേറ്റ് തുറക്കുമ്പോൾ ആരെയാ കാണുക? ഞങ്ങൾ വന്ന് കേറിയിട്ടേ ഉള്ളൂ. രാത്രി 12:30 1 മണിക്കാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഈ ചങ്ങായി എന്താ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ വീട്ടുകാർ ഒന്ന് മാറിയിരിക്കും. ഇല്ല, വരുന്നവരൊക്കെ എന്നെ ആദ്യം കാണട്ടെ. അപ്പൊ തന്നെ മൂപ്പര് പണി തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചു കസേരയോട് എടുത്തിട്ട് എവിടെ കൊണ്ട് ചിട്ടല്ല. അപ്പൊ ആ ഒരു ധൈര്യം, ഈ 19 പേര് ബാക്കിയുള്ള ആൾക്കാർ എന്നെ കണ്ടിട്ട് വന്നാൽ മതി എന്ന് തോന്നുന്ന ഒരു ധൈര്യം. അപ്പൊ സ്റ്റാർ തന്നെ, ഫസ്റ്റ് ഡേ സ്റ്റാർ അനീഷ് തന്നെ ആണ്. പക്ഷെ പുള്ളി അനാവശ്യമായ ബഹളങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് മനസ്സിൽ തോന്നിയിരുന്നോ? ഇവനിങ്ങനെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തോന്നിയിരുന്നു? പുള്ളി സ്ക്രീൻ സ്പേസ് ഒന്നല്ല, പുള്ളിന്റെ ക്യാരക്ടർ അതാണ്. കാരണം അങ്ങനെയാണ്. കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പലരെ വായിന്നും പലത് വീണു പോയിട്ടുണ്ട്, പലതും ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ട്. ഇത് പറഞ്ഞ വാക്ക് തന്നെ പറയാന്നല്ലാണ്ട് അനീഷിന്റെ വായിന്ന് ഒരു ചീത്ത വാക്ക് ഇതുവരെ വീണിട്ടില്ല. ഒരു പെണ്ണിനെയും ഇൻസൾട്ട് ചെയ്യുന്നതോ മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞിട്ടില്ല. പുള്ളി എന്താ എനിക്കൊന്നാം റാങ്ക്, അത് അയാളുടെ ഇഷ്ടവും ആഗ്രഹമാണ്. അല്ലാതെ എനിക്കൊന്നാം റാങ്ക് കിട്ടാൻ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടോ, നീ അങ്ങനത്തെ കാരണല്ലേ, അത് അയാൾ പറയുന്നില്ല. അതും അയാളുടെ പ്ലസ് ആണ്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ദേഷ്യം വന്നാലും അയാള്, ഇപ്പൊ ഞാനായാലും പറഞ്ഞു എനിക്ക് 1 റാങ്ക് വേണം, പക്ഷെ അയാളുടെ പറച്ചില് അയാൾ പിന്നെ മാറുന്നില്ലല്ലോ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മനഃപൂർവ്വം സ്ക്രീൻ സ്പേസ് കിട്ടാനല്ല, അയാൾക്ക് ജയിക്കാൻ വേണ്ടി, അല്ലാണ്ട് ക്യാമറേന്റെ മുന്നിൽ പോയിട്ടുള്ള ഷോ ഒന്നായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇല്ല അല്ലേ? ഇനി ഭക്ഷണം മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളായിട്ട് തോന്നിയോ? അതെ. കാരണം അവിടെ നമുക്ക് പറഞ്ഞ വിശ്വാസം, ഇപ്പൊ എന്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞപ്പോഴാണ് അവരറിയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കാണുന്ന പോലെയല്ല, നമ്മൾക്ക് ഇഞ്ചി തരില്ല, ഇല്ല, വെളുത്തുള്ളി തരില്ല. അതൊന്നും നമുക്ക് ജീവിക്കാൻ വേണ്ട. പക്ഷെ നമുക്ക് തരുന്നത് പരിപ്പാണെന്ന് ആലോചിക്കണം. ഈ പരിപ്പിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് കയറും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആകെ തരുന്നത് ഒരു കിലോ പരിപ്പ്, ഒരു ഗോതമ്പ്, ഈ അരി, തക്കാളി, ഉരുളക്കിഴങ്ങ്, സവോള, ഇത് വെച്ചിട്ട് നമ്മൾ ഒരാഴ്ച കൊണ്ടുപോകണം. അപ്പം നമുക്ക് ഈ 20 പേർക്ക്, നമ്മളൊക്കെ കുടുംബിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 20 പേർക്ക് ഇത് എങ്ങനെ അളന്ന് കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് എല്ലാ സാധനവും തീർന്നു. അപ്പൊ ഈ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് തീർന്നത് ലാവിഷായിട്ട് തിന്നിട്ടല്ല, അത്രയും ലുബ്ധിച്ചു കൊടുത്തില്ല. അപ്പം നെവിനെ പോലുള്ള ഒരാൾ, എനിക്ക് തന്നെ വയറ് ഫുള്ളായിട്ടില്ല, അവിടെയുള്ള പലർക്കും വയറ് ഫുള്ളാവാണ്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടും ചായ കുടിച്ചിട്ടൊക്കെ. അപ്പൊ ഇപ്പം ഞാനൊന്നും ഇത്രയൊന്നുമല്ല, ഞാൻ കുറച്ചും കൂടെ തടിയൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഫേസൊക്കെ എല്ലാം മെലിഞ്ഞൊട്ടിപ്പോയി. അപ്പം നമുക്ക് ഫുഡ് ഭയങ്കര കുറവായിരുന്നു ഇപ്രാവശ്യം. ഏറ്റവും അത്ഭുതം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്കൊന്നുമില്ല, ഒരു ശകലം പരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ പറയാം ഇതൊരു ഷോയൊക്കെ ആയിരിക്കും, ബിഗ് ബോസ് കണ്ണിച്ചോരയില്ലാത്ത ബിഗ് ബോസ് അല്ലല്ലോ, എന്തെങ്കിലും ഇപ്പൊ കൊണ്ടുതരുന്നു. പിന്നീടാണ് ഞങ്ങൾ ആ നഗ്ന സത്യം അറിഞ്ഞത്, ഒന്നും തരില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ കയറി.
പലരും കരഞ്ഞിട്ടുണ്ട്. ആര്യനൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, നെവിൻ കരഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കും സങ്കടമാവും. പ്രത്യേകിച്ച് ആണുങ്ങൾ മരുന്ന് കുടിക്കുന്നവരുണ്ട്, ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ട്. എന്ത് ചെയ്യും? ഞാനൊക്കെ പിന്നെ വെള്ളം കുടിക്കാൻ, ഞങ്ങൾക്ക് ആ ഒരു അവസ്ഥ നമുക്ക് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോയെന്ന് പോലും എനിക്കല്ല. അവസാനം എന്ത് ചെയ്ത് ഇത്തിരി പരിപ്പ് എടുത്തിട്ട് ഞങ്ങൾ വെള്ളം പോലെ കാച്ചിയിട്ട് ഉപ്പിട്ട് കുടിക്കുക. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് കറി, ചോറിന് പരിപ്പ് കറി മാത്രമാണെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരാണ് ഒരു ദിവസം പരിപ്പ് സൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടിക്കുക. അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ മാനസിക നില ഫസ്റ്റ് തെറ്റിക്കുന്നത് അതാണ്. അല്ല, അപ്പൊ ഈ നെവിനൊക്കെ ഇങ്ങനെ ഭക്ഷണം കട്ട് തിന്നൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ്? നമുക്ക് സങ്കടമുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ചീത്ത പറയാൻ തോന്നാത്ത അവസ്ഥയായി പോയി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കും ചെയ്യണം എന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ആ തക്കാളി തീർന്ന നാളെ ഇല്ലല്ലോ. പക്ഷെ അവൻ അതും പറ്റുന്നില്ല. അവൻ വിചാരിക്കും നാളെ ഇല്ലെങ്കിലും വേണ്ടില്ല, എന്നെ പുറത്താക്കിയാലും വേണ്ടില്ല, എനിക്ക് തിന്നേ പറ്റൂ. തക്കാളിയൊക്കെ എങ്ങനെ തിന്നുമെന്ന് ഞങ്ങളും ചോദിക്കും. തക്കാളിയൊക്കെ എന്തിന്? നമ്മള് പഞ്ചസാര എടുത്ത് തിന്നുന്ന ആൾക്കാരുണ്ട്. രേണുവൊക്കെ സരി ചേച്ചി ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിരും, എന്തിനാ തൽക്കാല ആശ്വാസത്തിന്. അങ്ങനെ എടുക്കാം. അപ്പൊ ഞാൻ അതാളിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആണല്ലേ? ഈ ആദ്യമേ തന്നെ ഇത്രയും ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന എന്തിനാണെന്ന് ഇന്റർവ്യൂവർ ചോദിക്കുന്ന ഞാൻ കേട്ടു. അതെ, അതെനിക്ക് തോന്നുന്നത് പലരും വിചാരിച്ചത് എന്താ വെച്ചാല് 100 ദിവസം നിൽക്കുന്നുള്ള കോൺഫിഡൻസിലാണ് എല്ലാരും ഇത്ര ഡ്രസ്സ് കൊണ്ട്. ഞാൻ അങ്ങനെ സത്യസന്ധമായിട്ട് വിചാരിച്ചത് ഒരിക്കലും അല്ല. ഞങ്ങളോട് അവരൊരു 5 ദിവസം മുന്നേ വിളിച്ചിട്ട് ഈ 19 പേരെടുത്തും പറഞ്ഞു 100 ദിവസം നിൽക്കാനുള്ള കോസ്റ്റ്യൂം ഇങ്ങോട്ട് അയച്ചു തരണം. അത് ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അയച്ചു കൊടുക്കണം. അത് ഇത്ര പാന്റ്, ഇത്ര ഇന്നർവേഴ്സ്, എല്ലാം, കമ്മല്, ഇത്ര മാല, നമ്പർ, ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാ കൊണ്ടുപോയി തരണ്ടേ. അപ്പൊ ഈ 5 നമ്മൾ ഇത്രയും ദിവസത്തെ, പിന്നെ അവർ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വീട്ടുകാരെ വിളിച്ചിട്ട് കോസ്റ്റ്യൂമിന് പറയില്ല. നിങ്ങൾ എത്ര ദിവസം നിൽക്കുമോ അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, 100 ദിവസത്തെ കോസ്റ്റ്യൂം ഇവിടെ എത്തിക്കണം. അതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് ബിഗ് ബോസ് തന്ന 7ന്റെ പണി. അപ്പൊ ഞങ്ങളൊക്കെ പരക്കപ്പായി അത് വാങ്ങിക്കാൻ. കാരണം ഒന്ന് വെറുതെ കൂട്ടി നോക്ക്, നമുക്ക് സെലക്ട് ചെയ്യണ്ടേ. സത്യം, നമുക്ക് സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും 100 രൂപയുടെ തുണി വാങ്ങാന്ന് വെച്ചാൽ പോലും പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് ഇതായി. പിന്നെ ജീൻസുകൾ വേണം നമുക്ക് ടാസ്കിന്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് 5 ദിവസം മുന്നേ നമ്മളെ സാധനം അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് ആ കിളി നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു പൊതുവേദിയിലോ അങ്ങനെ കുറച്ച് കാലമായിട്ട് പാന്റ്, ഷർട്ട്, ടീഷർട്ട് അങ്ങനത്തെ ഒന്നും ഇടാത്ത ഒരാളാണ്. അപ്പൊ ഇവര് നമുക്ക് തരുന്നത് എങ്ങനെ അറിയോ? നമ്മൾ എന്താണോ ഇടാത്തത് ആ ടേസ്റ്റിനനുസരിച്ചാണ് തരുന്നത്. ഈ രേണു പൊതുവെ ലോങ് ചുരിദാർ ഇടാറില്ല, നല്ല മോഡേൺ. എനിക്ക് മോഡേണും അവക്ക് ചുരിദാറും കൊടുക്കും. അപ്പൊ ഇവര് നമ്മളെ മൈൻഡ് ആദ്യം തന്നെ ഇതൊരു കാരണം എന്താ വെച്ചാൽ ഇതൊരു കലാസന്ധ്യ, കുടുംബ സംഘമായിട്ട് നമ്മൾ കരുതിക്കളയും. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ അവര് ഭയങ്കരമായിട്ട് നല്ല പണി തന്നിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ഈ ഓരോ ആഴ്ചയും ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് നെഞ്ചിനകത്തൊരു വേദന ഉണ്ടാവാറുണ്ടോ? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആലോചിച്ച്? അല്ല, അത് ഞങ്ങൾ പറയും. ലാലേട്ടനെ നമ്മളെല്ലാരും പറയും നമ്മൾക്ക് കണ്ട് ആസ്വദിക്കുക, അല്ലെങ്കിൽ പിന്നെ ഷോയില് അല്ലെങ്കിൽ സിനിമയിൽ കണ്ട ലാലേട്ടനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലും ആസ്വദിക്കാൻ പറ്റാണ്ടാണ് നമ്മളിരിക്കുന്നത്. ഞങ്ങൾ ശനിയാഴ്ച ലാലേട്ടൻ വരും നമുക്കിപ്പോ ഒരു സിനിമ ഷൂട്ട് അവിടെ ലാലേട്ടൻ വരുന്നുണ്ടോന്നല്ലേ ചേച്ചി. ഇതങ്ങനെയല്ല, അയ്യോ ശനിയാഴ്ച ലാലേട്ടൻ, ഈ ഒരു സംഭവമായി. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ലാലേട്ടൻ വരുന്നത് എനിക്ക് പണിവാളി അങ്ങനെ നമുക്ക് തോന്നും. അതുവരെ നമ്മളിത് പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു, എന്നിട്ടോ ഞാൻ ഇപ്പൊ അപ്പാനെയൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമല്ലോ. അപ്പൊ ലാലേട്ടൻ പിടിച്ച് നിർത്തി സംസാരിക്കുമ്പോൾ വിറച്ചിട്ടൊക്കെ കേട്ടോ. അവൻ സിനിമാ നടന്റെ ഇതൊന്നുമല്ല, വിറച്ചിരിക്കും. എന്നാലും ലാലേട്ടൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും? തിങ്കളാഴ്ച തൊട്ട് അവൻ വീണ്ടും ചീത്ത വിളിക്കുക. ഞാൻ പറയണോ, നീ ശനിയാഴ്ച നിന്റെ പേടി കണ്ടാ വിചാരിക്കല്ലോ, ഞായറാഴ്ച തൊട്ട് നീ അല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് നീ ഭയങ്കര ഡീസന്റ്. നമ്മളോട് അത് മറന്നു പോകും. അതാണ് ബിഗ് ബോസ് ഷോ. മനസ്സിലായി. ഇത്രയും ദിവസത്തെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഏതായാലും ഔട്ടായി. എല്ലാവർക്കും നമ്മൾ വിജയിയാകണമെന്ന് ആഗ്രഹമുണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ ഏതായാലും നമ്മൾ ഔട്ടായ സ്ഥിതിക്ക് ഇനി ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ ഒരാൾ വിജയി ആയിരുന്നെങ്കിൽ എന്ന് ചേച്ചിയുടെ മനസ്സിൽ പോകുന്നത് ആരെയായിരിക്കും? അല്ല, ഇഷ്ടപ്പെടുന്ന ആൾക്ക് അവിടെ വിജയിക്കാൻ പറ്റില്ല. അവിടെ പൊരുതി ഒറ്റക്കാലം നിന്നിട്ട് എനിക്കിപ്പോ തോന്നുന്നത് അനീഷിനെയാണ്. അനീഷാണ് അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എനിക്ക്, അതായത് ആരെയും ദ്രോഹിക്കാണ്ടേയും ഒരു ലക്ഷ്യമുണ്ട് അവിടെ എത്തണം. അതിനു വേണ്ടി എന്തും, കാരണം എന്ത് സ്ക്രിപ്റ്റ് ഒരു പിന്നെ ഗെയിം വന്നാലും പുള്ളിക്ക് പുള്ളിൻ്റെതായ ഒരു രീതിയുണ്ട്. ബിഗ് ബോസ് പറഞ്ഞാൽ പോലും കേൾക്കൂല. ബിഗ് ബോസ് ഒരു ദിവസം പറഞ്ഞു, ഇപ്പോൾ മുതൽ നിങ്ങൾ സംസാരിക്കരുതെന്നാണ്. അപ്പൊ പുള്ളി അപ്പ തൊട്ട് മിണ്ടാതിരിക്കുക. അപ്പൊ ഇവർക്കിത് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. ആർക്ക്? ജിസൈലിനും ആര്യനും.
പുള്ളി ജന്മത്ത് മിണ്ടുന്നില്ല. ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഇവിടെ മിണ്ടടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ബഹളം വയ്ക്കുന്നുണ്ട്, പുള്ളി മിണ്ടുന്നില്ല. അവസാനം ബിഗ് ബോസ് പറയും, അനീഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാം. ഇങ്ങനൊരു നിപ്പ. പക്ഷെ അത് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ പോലും അനീഷിനെ ചീത്ത പറഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് തോന്നി ശരിയല്ലേ ഇപ്പോൾ മുതൽ സംസാരിക്കരുതെന്ന. ബിഗ് ബോസ് ചർച്ച ചെയ്തോന്ന് പറഞ്ഞിട്ട് പോലും ബിഗ് ബോസിനെ പോലും പറഞ്ഞാൽ കേട്ടിട്ടില്ല. അവിടെ ആരെങ്കിലും ഭയങ്കരമായി ഡ്രാമ കളിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? അവിടെ കുറച്ച് ഡ്രാമ ചെയ്യണം. കാരണം നമ്മൾ ഓരോ പ്രോഗ്രാമിനും എന്താണോ കണ്ടന്റ്, ഞാനിപ്പോൾ അതാ മനസ്സിലാക്കി. ഞാൻ പോയപ്പോഴും എനിക്ക് തോന്നിയത് അതാണ്. നമുക്കൊരു റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു റിയൽ ആണെന്ന് അവർ പറയുകയാണെങ്കിൽ പോലും, ഒരു പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ. എന്നോടും അവരതാ പറഞ്ഞത്, സരിക BBക്ക് ഒരു കണ്ടന്റ് വേണം, ഞങ്ങൾ കൊടുക്കണം. അത് ആ ഡയറക്ടറിന്റെ ജോലിയാണല്ലോ അത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പൊ അനുമോൾ അവിടെ ഭയങ്കര ഒരു എന്റർടൈനറാണ്. കാരണം അനുമോൾ ഇപ്പം ഞാൻ ഒരു സാധാരണക്കാരിയാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഞാനൊരു പാവമാണ്, അല്ലെങ്കിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിത്താണെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നിന്ന അനുവിന്റെ അടുത്തേക്ക് ക്യാമറ പോവില്ല. കറക്റ്റാണ്. ഓരോ സമയത്തും അവളുടെ ദേഷ്യവും അവളുടെ റിയാക്ഷനും കാര്യങ്ങളോടുള്ള അവളുടെ രീതികളും ഒക്കെ ഒരു ഞാൻ പോലും നോക്കും. ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത്. പക്ഷെ അനുമോളിനെ എടുത്തെറിയണ അപ്പൊ അതാണ് തീർന്നത്. അപ്പൊ അതാണ് അവളുടെ ഒരു ഞാൻ നല്ലൊരു BB അല്ലെങ്കിൽ ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ് അനുമോൾ. ഈ ജിസേലിനെ ഈ മേക്കപ്പും സാധനങ്ങളും ഒന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കോംപ്ലക്സ് വന്നതായിട്ട് ഫീൽ ചെയ്തോ? കാരണം അവർ ഓരോരുത്തരുടെ പ്രൊഫഷൻ പോലെ. ഇപ്പൊ എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് സങ്കടം തോന്നി എന്താ വെച്ചാൽ ഞാൻ ചെയ്ത പെർഫോമൻസ് ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട്. ഞാൻ അത് അവിടെ നിന്ന് തന്നെ അറിയാന്ന് വിചാരിച്ചോ. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് എന്തറിഞ്ഞത് ഇതിട്ടില്ല. ഞാൻ അവിടെ നിന്ന് തന്നെ ഇപ്പൊ ബിഗ് ബോസ് എൻ്റെ അടുത്ത് പറയാന്ന് വിചാരിച്ചോ, സരിക ഇത്രയും പെർഫോമൻസ് ചെയ്തിട്ട് കാര്യമില്ല, ഇതൊന്നും ഇടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ജിസേലിനെ പോലെ ഞാൻ അപ്സെറ്റായിട്ട് ചിലപ്പോൾ ഞാൻ ഭയങ്കര ഗ്ലൂമി ആയിട്ട് അവിടെ ഇരുന്നേനെ. അതുപോലെയാണ് ജിസേലിനോട് പറഞ്ഞത്. ജിസേലിൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഫാഷൻ രംഗത്തുള്ളതാണ്. ജിസേലിനോട് പറയുകയാണ്, ഒരു മുടിക്ക് നമുക്ക് കൊടുക്കാൻ പോലും ഒരു സാധനമില്ല, ചീപ്പാനുള്ള ചീർപ്പില്ല, ഒന്നുമില്ല, ഫേസ് വാഷ് ഇല്ല, നമ്മൾ ഷോപ്പുണ്ടോ? അതാണ് ഞാൻ അത് കേട്ടാൽ നിങ്ങൾ ചിരിച്ചെത്തു. നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കാൻ പോകുമ്പോൾ ഒരു കിറ്റ് കിട്ടുമല്ലോ, അവിടുത്തെ ഒരു മോയ്സ്ചറൈസർ, അതാണ് ഞങ്ങൾക്ക് തരുന്നത്. ചെറിയൊരു സുഖം. അത് ഞാനൊക്കെ വീട്ടിൽ കൊണ്ടുപോകും. എന്തിന്? നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് വല്ല ബാത്റൂമിൽ ഇടാനോ. അതിനുപയോഗിക്കുന്ന സാധനമാണ് അവർ നമുക്ക് തരുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവരൊന്നും തീരെ ഉപയോഗിക്കില്ല. അവരൊക്കെ ബ്രാൻഡ് അവരുടേതായ ട്രീറ്റ്മെന്റിലൂടെ ചെയ്യുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കും. എനിക്ക് തോന്നുന്നു ഇനിയും കോസ്റ്റ്യൂം ഇല്ല, അല്ലെങ്കിൽ ഹെയർ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇനിയും പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ കിറ്റ് ചെയ്തടക്കം പോകും. പോകും. കാരണം അവരുടെ പ്രൊഫഷൻ ഓരോരുത്തരും അതിന് വേണ്ടി. ഇപ്പം എന്നോട് ഇപ്പോൾ പറയാം, സരിക ഇവിടെ നിന്നിട്ട് വരില്ല, സരിക എൻ്റെ പാട്ടും ഡാൻസും ഒന്നും വേണ്ട കേട്ടോ, ഇവിടെ അത് പറ്റില്ല. ചിലപ്പോൾ ഞാനും അന്നേ ഇറങ്ങി പോകുന്നതാണ്. മെയിൻ ആയിട്ടൊരു ഗ്രൂപ്പ് കളി നടത്തുന്നത് അക്ബറും അപ്പാനും ശരത്തുമാണെന്ന് ഫീൽ ചെയ്യാറുണ്ടോ? അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. അവിടെ വന്നപ്പോൾ നമ്മൾ പറയല്ലോ മാനസികമായിട്ട്. പക്ഷേ ഞങ്ങൾ അവർക്ക് പേരിട്ടത്, അവരിവിടെ ഇരുന്നിട്ട് ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, അവിടെ ഗ്രൂപ്പ് കളിച്ചിട്ട് അല്ലെ ഗ്രൂപ്പിലൂടെ പ്ലാൻ ചെയ്ത് വിജയിക്കാന്ന് അവിടെ ഉള്ള ഒരാൾക്കും അറിയാൻ നടക്കൂല. അത് ശരി. കാരണം നമ്മളിപ്പോൾ ഗ്രൂപ്പിലൊന്ന് പ്ലാൻ ചെയ്യുന്നു, നമുക്ക് ഇന്നാളെ നമുക്ക് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് അറ്റാക്ക് ചെയ്യാം. അപ്പം അടുത്ത ഗെയിം ബിഗ് ബോസ് എന്താ പറഞ്ഞറിയോ, നമ്മൾ ആരെയാണോ പണിയണമെന്ന് വിചാരിച്ചെന്ന് വിചാരിച്ചാൽ അവരെ തമ്മിൽ ഇടും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അറിയുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പ് പ്ലാനിങ് ഒന്നും അവിടെ നമുക്ക് ഇന്നാളെ ഇന്നത് ചെയ്യാം, ഇന്നാളെ ഇന്നത് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് അവിടെ നടക്കുകയില്ല. നടത്തിയാൽ തന്നെ അത് പൊളിക്കുമെന്ന് ബിഗ് ബോസിനും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ. അതുകൊണ്ടാണ് അവർ ഒരുമിച്ചിരിക്കും. അവരും പ്ലാനിങ് ഉണ്ട്. എന്ത്? പക്ഷെ അവരെന്തായാലും നമ്മളോട് അങ്ങനെ ചെയ്തത് നമുക്ക് കൊടുക്കാം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നല്ലാണ്ട് ഒരുമിച്ചല്ല ഇവർ പോയി അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ ഒരുമിച്ചല്ല നമുക്കെതിരെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ എനിക്കെതിരെ വരുന്നത് എന്നെതിരെ മാത്രമാണ് വരുന്നത്. അതെ. ഇപ്പൊ അതിനകത്തുള്ള എല്ലാവരെ കുറിച്ചും ചേച്ചിക്ക് ഏകദേശം ഒക്കെ അറിയാം. ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രിയിൽ ഇന്നൊരാൾ വന്നാൽ ഈ പരിപാടികളൊക്കെ കുളമാകും ഇവരുടെ എന്ന് തോന്നുന്ന ഒരാളുണ്ടോ? എനിക്ക് ആരാ പുറത്തുനിന്ന് വരുന്നറിയില്ല. ഇത് ഗെയിം കാണുന്ന ഒരാൾ ഭയങ്കരമായിട്ട് പവറും എന്തും പറയാൻ ഈ പറഞ്ഞതുപോലെ ഒരു മടിയില്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ ആദ്യം പൊളിക്കേണ്ടത് ഷാനവാസ്. ഈ ഒരു ടീം അവിടെ നമ്മൾ വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമിനെ ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഡയലോഗുകൾ, അവരുടെ ഫാമിലിനെ ബാധിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിർത്തലാക്കാൻ വേണമെങ്കിൽ പറ്റും. മനസ്സിലായി. ഇപ്പൊ ഈ തെറ്റിദ്ധാരണ വരുത്തുന്ന പല കാര്യങ്ങളും ഇവരിലൂടെ പുറത്തു വരുന്നുണ്ട് എന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ അക്ബർ ജിസേലിനെ മോശമായി നോക്കി എന്നൊക്കെ പറയുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിപ്പോയത്. കാരണം എന്താ വെച്ചാൽ അവിടെ അങ്ങനെ ഒരു നോട്ടം
നോക്കുന്ന ഒരാളും അവിടെ ഇല്ല. ഞങ്ങൾ എപ്പോഴും പറയും 19 പേര്. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ഫീൽഡിൽ പോയപ്പം ഇപ്പം ഇത്രയും വർഷമായിട്ട് പോലും എന്നോട് ഒരാളൊരു മോശമായിട്ട് രീതിയിൽ നിൽക്കുകയോ അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിലേ ആരും നിന്നിട്ടില്ല. അപ്പം നമുക്കറിയാൻ പറ്റും അല്ലേ നമുക്ക്. അപ്പം ചില വർക്കിന് വിളിക്കുമ്പോൾ അയ്യോ ഇന്ന ആളുണ്ടോ നമ്മളില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഞാൻ പോകുന്നത്. അതുപോലെ ഈ 19 പേരെയും കണ്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാം നല്ല മനുഷ്യരാണ്. എല്ലാവരും നല്ല, നമുക്ക് പറയില്ലേ, കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ വന്ന മൊത്തം പേരും. നമ്മളെ കൂടെ ഉള്ളവരെ കാണുന്ന രീതിയും കാര്യങ്ങളും ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി. ഒരാളെ പോലും നമുക്ക് അവൻ്റെ ശരിയല്ലാന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ അനുമോളടക്കം അക്ബറിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ടോൺ എന്താണ്, അവന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞാൽ വൃത്തിയിട്ട രീതിയിലല്ല, അതായത് ഇങ്ങനെ ചെറിയാന്ന് പറയും ട്രിവാൻഡ്രം, അതാണ് ഉദ്ദേശിച്ചത്. അത് അക്ബർ നോക്കൂ, അക്ബറിന്റെ മുമ്പിൽ ആരാണോ അവൻ ഗെയിമറാണ്, അവനെ ആ രീതിയിലാണ് നോക്കുന്നത്. അതും നമുക്ക് സഹിക്കാം. ജിസൈലിനെ പോലെ, അല്ലെങ്കിൽ ജിസൈൽ ഇത്രയും, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നിൽക്കുന്ന ഒരാളെ ഒരിക്കലും അങ്ങനെ ഒരാൾക്കും അവിടെ നോക്കാൻ തോന്നിയിട്ടില്ല. ഞാനതാ പറഞ്ഞു, ഇപ്പൊ ജിസൈലിനെ നോക്കണമെങ്കിൽ ഒരു 100 ദിവസം വെയിറ്റ് ചെയ്തിട്ട് അവൻ പുറത്തു പോയിട്ട് നോക്കില്ല. എന്താ പൊട്ടനാ ഇത്രയും 70 ക്യാമറയുടെ ഉള്ളിൽ കൂടെ മോശമായിട്ട് നോക്കാൻ? അത്ര ബുദ്ധിയില്ലാത്ത ഒരാളും അവിടെ ഇല്ല. ഈ രാവും പകലും ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, ഭക്ഷണം പോലും കിട്ടാത്ത, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുക പോലും നടപടി ആവാതിരുന്ന ഒരു ഷോയില് ചെല്ലുക, വളരെ ധൈര്യത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, 20 ദിവസം പൂർത്തിയാക്കുക, അതിനുശേഷം വളരെ ചിരിച്ച മുഖത്തോടുകൂടി വന്നിരുന്നിട്ട് എനിക്ക് ആരെ കുറിച്ച് മോശം പറയാനില്ല എന്ന് പറയുന്നത്, എന്നെ കുറിച്ചും ആരും പറയില്ല എന്നുള്ള കോൺഫിഡൻസ്, അതെ എന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ചേച്ചി. അപ്പൊ എല്ലാ കാര്യങ്ങളും അടിപൊളിയാവട്ടെ. താങ്ക് യു. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.